ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രുചികരമായ ഒരു ക്യാരറ്റ് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 300 ഗ്രാമോളം വരും. അത് ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ക്യാരറ്റ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ വെള്ളമൊഴിച്ച് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ക്യാരറ്റ് ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഈ ക്യാരറ്റ് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റി തണുക്കാൻ വെക്കുക. നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 4 ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 450 മില്ലി പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അതിനോട് കൂടി തന്നെ നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം നമുക്കൊന്നുകൂടി ഒന്ന് അരച്ചെടുത്ത് വരാം. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ രുചികരമായ ഈ ക്യാരറ്റ് ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.